മാരിഫത്ത് തുറന്നു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതതിന്റെ അഹിലുകാരായ മശായിഖന്മാരും സമ്മതം വാങ്ങണം. ഈ സമ്മതം വാങ്ങിയതിനു ശേഷം നീ എന്ത് ചെയ്യണം? സമ്മതം വാങ്ങുക. ദിവസം 1500 സ്വലാത്തുൽ ഫാത്തിഹ എല്ലാം തീരുമാനിക്കുക. എന്തിന്? ഫത്ഹ് കിട്ടണം, അല്ലാഹ് തുറന്നു കിട്ടണം. അല്ലാഹ് തുറന്നാൽ എന്നെ കയറ്റി തരണം. പിന്നെ പേടിക്കണ്ട, നിനക്ക് ദുനിയാവുണ്ട് ആഖിറവുണ്ട്. هذه من الأسرار من الأسرار هو ما عندي من الأسرار. എൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹസ്ബി, എനിക്കിത് മതിയാവും. വഹസ്ബുക, നിനക്കും ഇത് മതിയാവും. സകല അമലിന്റെയും കൂലി സ്വലാത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചാൽ നിനക്ക് ലഭിക്കും. مرتبته الباطنة تستغرق أسرار بطون العالم من أولها إلى آخرها. ലോകത്തെ രഹസ്യങ്ങളെല്ലാം നിനക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയും. ومرتبتها باطنة, ഉള്ളിന്റെ ഉള്ളി എന്ന മർത്തബുണ്ട്. അത് സിറുൽ അഅ്ലമുല്ലദി വഗായത്തുൽ ഗായാത്തി. അത് ഒരു രഹസ്യമാണ്. അത് ഇവിടുന്ന് ഇറങ്ങിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. فعليك يا أخي بالإكثار من هذه الصلاة في سائر الأوقات الليلية والنهارية. പകലും രാവും മുഴുവനും നീ എന്ത് ചെയ്യ്? സ്വലാത്തുൽ ഫാത്തിഹയെ പെരുപ്പിക്ക്. ولازم 500 من صلاة الفاتحة لما أغلق بعد العشاء الأخير قبل النوم. ഞാൻ രഹസ്യം പറഞ്ഞുതരാണ്. ഇബ്രാഹിം നിയാസിൽ കൗലാക്കി തങ്ങളുടെ രഹസ്യം ഇതിന് എനിക്ക് കിട്ടിയ രഹസ്യമാണെന്നും ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. ഇശാ നിസ്കരിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. ഇശാ നിസ്കരിക്കുക എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നീ 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല എന്ന്. സുഹൂറിന്റെ നേരത്തും നീ അപ്രകാരം, സഹറിന്റെ നേരത്ത് സുഹൂറിന്റെ നേരത്തും നീ അപ്രകാരം 500 ചെല്ലുക. അതായത് ഉറങ്ങുന്നതിന് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. പിന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. സുബ്ഹിയുടെ ശേഷവും 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. എന്നിട്ട് നീ നിയ്യത്ത് ചെയ്യുക. അന്നക തുസല്ലി അല നബിയിൽ മുസ്തഫ ഇംതിസാലൻ ലിഅംരി റബ്ബിക വഇജ്ലാലൻ വതഅളീമൻ വമഹബ്ബതൻ ലാ ഗൈറു ദാലിക. പാസ്പോർട്ട് കിട്ടാനല്ല, ലാഭം കൂടി കിട്ടാനല്ല, ഒന്നും നിയ്യത്ത് ചെയ്യണ്ട. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിന്റെ കൽപ്പനയ്ക്ക് ഉൾപ്പെട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നീ നിയ്യത്ത് ചെയ്യുക. വേറൊന്നും നിയ്യത്ത് ചെയ്യരുത്. فإن المداومة مداومة على هذه. ഇതിന്റെ മേൽ ഒരാൾ നിത്യമായാൽ ബിൽ ഇദ്നിൽ ഖാസി മിൻ അഹ്ലിഹി, അത് അതിന്റെ ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങി ചെയ്താൽ യുഫ്തഹു അലൈഹി, അവന് മേൽ ഫുതുഹുൽ അരിഫീൻ ലഭിക്കും. അവന് തുറന്നു കിട്ടും ആകാശഭൂമിക്ക്. ലാ മഅല, സംശയിക്കണ്ട. ബിഹൗലില്ലാഹി വഖുവതിഹി, അല്ലാഹുവിന്റെ ഹൗല ഖുവത്ത് കൊണ്ട് ഒരിക്കലും അവന് സമ്മതം വാങ്ങുക അതിന്റെ അഹ്ലുകാരിൽ നിന്ന് ചെല്ലാൻ. പിന്നെ ആകാശം വാനം ഒക്കെ തുറന്നോർ മലക്കൂറ്റിൽ രാജാളിയെന്നോറ്. പിന്നെ നിനക്ക് ആകാശലോകം തുറന്നിട്ടു സമ്മതം വാങ്ങി ചെയ്യുക. എങ്ങനെ? ഇശാ നിസ്കരിച്ചിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ, പിന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ, പിന്നെ സുബഹയുടെ വിരുദ്. ഇത് തിജാനി ചെയ്യേണ്ടതാണ്. അതിന്റെ തിജാനിയാണോ? സ്വഭാവനല്ലോ. മനസ്സിലായില്ലേ? തിജാനി മാർഗം സ്വീകരിച്ച് നിനക്ക് റബ്ബിനെ കിട്ടണോ? അതിനെല്ലാവരും മാരിഫത്തിട്ടാൻ വേണ്ടി ദ്വാരക്കണം. മാരിഫത്തിട്ടാൻ വേണ്ടി ദ്വാരനാ പോരല്ലോ, എടുക്കണ പണിയെടുക്കണ്ടേ? നിനക്ക് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം എന്നൊരാള് ദ്വാരനാ മതി. ഈ ദ്വാരനാ മതി കുട്ടികൾ അല്ല. ഒരാൾ പറഞ്ഞു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം, കുട്ടിണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം, ദ്വാരക്കാം. പക്ഷെ ദ്വാരന്നൊരു കുട്ടി ഉണ്ടാവില്ല. ബ്രോക്കറെ കാണണം, ബ്രോക്കറോട് കാണണം. അത്യാവശ്യം തെറ്റില്ലാത്തൊരു ദീനി യാത്രപാട്ടുന്ന് നമുക്കൊരു പെൺകുട്ടിനെ കിട്ടേണ്ടി. ആയിക്കോട്ടെ, ആദ്യം 500 രൂപ ചെലവുണ്ട്. ബ്രോക്കറെ പോക്കറ്റിൽ 500 പെട്ട് കൊടുക്കണം. എന്നാലേ മുപ്പത് മെനക്കെടുന്നുള്ളൂ. മുപ്പത് കയ്യിൽ വേറെ റിപ്പോർട്ടുണ്ടാവും, അതിന്റെ പിന്നാലെ പോകും. മനസ്സിലായില്ലേ പറഞ്ഞു? ആദ്യത്തെ പ്രഥമമായി ഏൽപ്പിക്കൽ തന്നെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ബെരിനനുസരിച്ചൊക്കെ കൊടുക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എത്ര തരുന്നവരോട് പറയണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട്
പെണ്ണ് പോയി കാണണം, നിശ്ചയം ഉണ്ടാക്കണം, കല്യാണം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയായി ആണുങ്ങൾ പെണ്ണുങ്ങളും തമ്മിലുള്ള ബന്ധം പോലെ ശാരീരികമായ ബന്ധം പുലർത്തി. ബാക്കി ആരുടെ കയ്യിലാണ്? അല്ലല്ലാ. അന്നേൽക്കുന്ന പണിയെടുത്തു. എവിടെയും പോലെ ഒത്തേ പള്ളി കിടന്നാണ് കാര്യം. കുട്ടിനാണേ ഒത്തേ പള്ളി കിടന്ന കരിഞ്ഞിട്ട് കാലം വരെയാക്കും. കുട്ടിനായിട്ടില്ല. ഇവനെ പാറമ്മ ഒരു കുട്ടി പൊട്ടിമുളക്കുകയും അതിനെ ഏറ്റുകൊണ്ടുപോകുമാണ്. അങ്ങനെ പാറമ്മ പൊട്ടിമുളച്ച കുട്ടിയെ പറ്റി ഞാൻ കാലം വരെ കേട്ടിട്ടില്ല. എടുക്കേണ്ട പണി എടുക്കണം. എല്ലാവർക്കും ചില ആളുകളെ നമ്മൾ നോക്കണം. അതേ മാരിപ്പത്ത് കിട്ടാൻ കാണിക്കണം. മാരിപ്പത്ത് അടുത്ത വീടിലുണ്ടോ ഒന്ന് വായിക്കും. അവിടുത്തെ എല്ലാ ചിരിച്ചിട്ടുണ്ട് മാരിപ്പത്ത്. മാരിപ്പത്ത് എന്ന പേരിലൊക്കെ ബിസ്ക്കറ്റും കേക്കും ഒക്കെ അടുത്തിറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം നല്ല നല്ല പേരുകളിലാണ് ഇപ്പൊ കേക്ക് പേരൊക്കെ. ദൈവം എന്ന പേരിലൊരു ബിസ്ക്കറ്റ് അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. ബിസ്ക്കറ്റിന്റെ പേര് ദൈവം. ദൈവം എന്ന പേരിലുള്ള ബിസ്ക്കറ്റ് പാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം എന്ന പേര് ബിസ്ക്കറ്റ് പാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ബിസ്ക്കറ്റ് പാക്കിന്റെ പേര് ദൈവം. ഇപ്പൊ അതിനും വലിയൊരാളില്ലല്ലോ. അപ്പൊ മാരിപ്പത്ത് പാക്കിക്കത്ത് ഒക്കെ പേരിൽ ഈ ബിസ്ക്കറ്റും കേക്കും ഒക്കെ നല്ല പതുപതുപ്പുള്ള കേക്കും ബിസ്ക്കറ്റും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് മാരിപ്പത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടണമെങ്കിൽ ഒരു 10-25 ഉറുപ്പ്യം കൊണ്ട് അടുത്ത പീടി കയറിയാണ്ട് അവിടുന്ന് ആ പീടിയിലുണ്ടാവും ചിലപ്പോൾ മാരിപ്പത്ത് എന്ന പേരിലുള്ള കേക്ക് ഒക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. മക്ക എന്ന പേരിലും മദീന എന്ന പേരിലൊക്കെ പിന്നെ വണ്ടി അതിൽ കയറി കുത്തുന്ന മദീന കിട്ടും. മദീന, ഹോട്ടൽ മദീന. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടൽ മദീന. ഹോട്ടൽ മദീന അല്ലാത്ത നാടല്ല. അവിടെ കയറി ചായ കുടിച്ചാൽ മദീനത്തെത്തും. അപ്പൊ മാരിപ്പത്ത് നിനക്ക് കിട്ടണമെങ്കിൽ ഇതെന്ത് ചെയ്യണം? തിജാനി മാർഗം സ്വീകരിക്കണം. എന്നിട്ട് ഈ അമലുകളൊക്കെ ചെയ്യണം. എന്നിട്ട് അതിന്റെ മേലെ എങ്ങനെ ചെയ്യണം? എന്ത്? ഇശാന്റെ ശേഷം ഉറങ്ങുന്നതിന് 5 സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നവർക്കൊക്കെ നിസ്സാരാണത്. ചെല്ലിത്തിരും. തുടക്കത്തിന് ബുദ്ധിമുട്ട്, പ്രശ്നം ഉണ്ടാവില്ല. തോണ്ടാൻ നേരം കിട്ടൂല. തോണ്ടുന്ന നേരം കുറയും. ഇതൊക്കെ നമ്മൾ തോണ്ടുന്ന നേരാണ്. ഉറങ്ങുന്നതിന് മുമ്പ് കാര്യമായി എടുക്കണ പണി എന്താ? തോണ്ടല്. ഇതിന് നേരം കിട്ടൂല. പിന്നെ സുഹൂറിന്റെ സമയത്ത് എണീറ്റിട്ട് വീണ്ടും 5 സ്വലാത്തുൽ ഫാത്തിഹ. പിന്നെ വിർദു സ്വബാഹി, തിജാനികളുടെ വിർദു സ്വബാഹി ചൊല്ലിയിട്ട് 5 സ്വലാത്തുൽ ഫാത്തിഹ. فإن المداوم على هذه بالإذن الخاص من أهله. അതിന്റെ ശൈഖന്മാരെ കയ്യിൽ നിന്ന് സമ്മതം വാങ്ങി ഈ അമൽ ചെയ്താൽ യുഫ്തഹു അലൈഹി ലാ മഹാല, നിസ്സംശയം അവൻ അല്ലാഹു തആല ഫത്ഹുൽ ആരിഫീൻ കൊടുക്കും. ഫത്ഹുൽ ആരിഫീൻ കൊടുക്കും. അവന് ഫത്ഹ് കിട്ടും. വലിയാളോ അവൻ അല്ലാഹു തആല വാതിൽ തുറന്നു കൊടുക്കും. അല്ലാഹു തുറന്നു കൊടുക്കും. അവന് സിറും അസ്റാറും ഒക്കെ അല്ലാഹു ഹാദൽ മക്തൂബ് ഫീ ഹാദൽ കിതാബി വമാ ഇൻദി മിനൽ അസ്റാരി വഹസ്ബി ഹസ്ബുക. നിനക്കും എനിക്കും ഇത് മതി. ഇത് എന്റെ കയ്യിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ്. ആരെ പറയുന്നു? ബ്രഹ്മസ്. ഇതേ ബേത്ത് ഇബ്രാഹിം ഉള്ളത് നേരമ്പോൾ തലി ബേത്ത്. ഇതിന്റെ സൂഫി പ്രണയ ഗീതം കേൾക്കുന്ന ആളുകളുണ്ട്, കാവ്യം കേൾക്കുന്ന ആളുകളുണ്ട്. അവർ ഇബ്രാഹിം കൗലഹി തങ്ങളുടെ കിതാബാണ് കേൾക്കുന്നത്. അവർ ഈ 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട മഹാനാണ്. അല്ലാന്ന് പറഞ്ഞ ഒരാളില്ല. എല്ലാവർക്കും സർവസമ്മതനാണ് ഇബ്രാഹിം നിയാസ് കൗലഹി റളിയല്ലാഹു അൻഹു. എല്ലാവരും ആ മനുഷ്യന്റെ നാവിന്റെ മേലെ ഒരു വാക്ക് പറഞ്ഞ ഒരാൾ 20-ാം നൂറ്റാണ്ടിലില്ല. ഇല്ല, ചരിത്രത്തിലില്ല. പഠിക്കാതെ പറയരുത്. പറഞ്ഞാൽ ദുനിയാവാഹം നഷ്ടപ്പെടും. അതിന് മെനക്കെടരുത്. ശ്രദ്ധിക്കണം. ഞാൻ അത് കേട്ടിട്ട് വന്നിട്ട് തിജാനി തൊലിക്കത് ഭയത്തിലാലും കാര്യമില്ല. പണിയെടുക്കണം. പഠിച്ചവനെ പൊടിക്കണം. ശരിയായിട്ട് പശുവലാകണം. അള്ളാനെ മേൽ പണിയെടുക്കണം. അള്ളാന്റെ സമം പണിയെടുക്കണം. വേറെ ഒന്നിനെ മുഴുവൻ ഒഴിവാക്കണം. അള്ളാഹുവിനെ നീ സൂക്ഷിക്കൽപ്പെട്ടതും അള്ളാഹുവിന്മേൽ ഇഷ്ടിഗാൽപ്പെട്ടതുമാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. ഫഇന്നഹാ മഅ്മൂറത്തുൻ മിനല്ലാഹി തബാറക വതആല. അള്ളാഹ് കൽപ്പിച്ചതാണ് സ്വലാത്ത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ചിന്തിക്കുക. സ്വലാത്ത് കൽപ്പിച്ചതാണ്. അതിൽ ഏറ്റവും നല്ല സ്വലാത്ത് ഇന്നതാണ് എന്ന് അതിന്റെ രഹസ്യം അറിയുന്ന ആൾ പറഞ്ഞു. അതാണ് തിജാനിയത്ത്. ഗൾഫൊക്കെ പോയാൽ പൈസ ഉണ്ടാവുന്ന ഒരു പൊതുവെ ഒരാളെ കയ്യിലുണ്ട്. പിന്നെ പറഞ്ഞു ഇന്നോടത്ത് പോയിക്കോ, അവിടെ പോണ്ട. മറ്റൊരു വിസ അങ്ങനെ അങ്ങോട്ടുണ്ട്, അവിടെ പോണ്ട. അത് മര്യാദക്ക് അറബികൾ ശമ്പളം കൊടുക്കാത്ത ഏരിയയാണ്. ഇവിടെ പോയിക്കോ.
ഇവിടെ അത്യാവശ്യം ശമ്പളമുണ്ട്, ശമ്പളം മാസത്തിൽ കിട്ടും ചെയ്യും. ഇതന്നെയാണ് ബ്രഹ്മശൈഖന്മാർ പറഞ്ഞു തരിക. സ്വലാത്ത് അള്ളാഹു തആല പറഞ്ഞതാണ്. അത് ഇന്നതാണ് 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 നല്ലത്, ഇന്നതാണ് നല്ലത് മശൈഖന്മാർ പറഞ്ഞു തരും. അത് അള്ളാഹും അവരും തമ്മിലുള്ള ബന്ധമാണ്. അത് മുസ്തഫ നബിക്ക് പറഞ്ഞു കൊടുക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖിയാമത്ത് നാൾ വരെ അവസാനിക്കുകയില്ല. ഫഇന്നൽ മുദാവിമ അലാ ഹാദിഹി, ഈ ഒരു കാര്യം ഒരാൾ പ്രാവർത്തികമാക്കിയാൽ ബിൽ ഇദ്നിൽ ഖാസി മിൻ അഹ്ലിഹി, തിജാനി മശായിഖന്മാരിൽ നിന്ന് സമ്മതം വാങ്ങി ഒരാൾ നിത്യമായി ഇത് പുലർത്താൻ തയ്യാറായാൽ യുഫ്തഹു അലൈഹി, അവന് ഫതഹ് ലഭിക്കും. ലാ മഹാല, സംശയിക്കണ്ട. മനസ്സിലായില്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് ആദ്യം തിജാനിയാവുക, എന്നിട്ട് തിജാനി ഔറാദുകൾ കൃത്യമായി കൊണ്ടെടുക്കുക. ഇതൊക്കെ തിജാനി ഔറാദുകൾ: വിർദുൽ സ്വബാഹി 10-15 മിനിറ്റ്, വിർദുൽ മസാഇ 15 മിനിറ്റ്, സംസ്കാരം കഴിഞ്ഞിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട്. ഒരാൾ സംസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾക്ക് നേരം കിട്ടിയില്ല, ജോലിയാണ്, എന്നാ മഗ്‌രിബിന് ശേഷം ചെയ്തോ, അല്ലെങ്കിൽ ഇശാന് ശേഷം ചെയ്തോ. നേരം വൈകിച്ച് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. സുബഹി വരെ സമയമുണ്ട് വിർദിന്. സുബഹിന്റെ വളീഫ വിർദ് ഒരാൾ ചെയ്യാൻ കഴിയില്ല. സുബഹി നിസ്കരിച്ചോ മീനിന് പോകണം, തിരക്കാണ്, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോകണം, കുഴപ്പമില്ല. ജനക്ക് മഗ്‌രിബിന് മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തതാണ്. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ വളീഫ ചെയ്താൽ അതന്നെയാണ്. വളീഫൊക്കെ 20-25 മിനിറ്റ് ഏറെ വന്നാൽ അതാ തിജാനി ഔറാദ്. പിന്നെ നിസ്കരിക്കാൻ നോമ്പുൽക്കുക, ശരീഅത്തനുസരിച്ച് ജീവിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിനക്ക് മഅരിഫത്ത് തുറന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതതിന്റെ അഹ്ലുകാരായ മശായിഖന്മാരും സമ്മതം വാങ്ങണം. ഈ സമ്മതം വാങ്ങിയതിനു ശേഷം നീ എന്ത് ചെയ്യണം? സമ്മതം വാങ്ങാ, ദിവസം 1500 സ്വലാത്തുൽ ഫാത്തിഹ എല്ലാം തീരുമാനിക്കുക. എന്തിന്? ഫത്ഹ് കിട്ടണം, അല്ലാഹ് തുറന്നു കിട്ടണം. അല്ലാഹ് തുറന്നാൽ നിന്നെ കയറ്റി തരണം. പിന്നെ ജിത്തോടെ പേടിക്കണ്ട, നിനക്ക് ദുനിയാവുണ്ട് ആഖിറവുണ്ട്. هذه من الأسرار من الأسرار هو ما عندي من الأسرار. എൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹസ്ബി, എനിക്കിത് മതിയാവും. വഹസ്ബുക, നിനക്കും ഇത് മതിയാവും. അതേ സമയത്ത് നേരം വെളുത്ത പണിക്കോ നേരം പോകും. അങ്ങനെയൊക്കെ ആണെങ്കിലോ നടക്കൂല. നേരം വെക്കുമ്പോൾ പണിക്കോ നേരം പോകും. അപ്പൊ നമുക്ക് നടക്കും. അങ്ങനെ നടക്കൂല, നടക്കൂല, കുഴപ്പമില്ല. ഫത്ഹ് കിട്ടൂല. അങ്ങനെയാണല്ലോ. പെണ്ണ് കെട്ടണമെന്ന് പൂതിയുണ്ട്. അറബ് നാട്ടിലത് കിട്ടൂല. പിന്നെ കേരളത്തിൽ നാട്ടിൽ വരണം. ഇതിനാണെങ്കിൽ പൊരിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ കഫീലെ ഏൽപ്പിച്ചതാണ്. ഒരു രാവും പകലും തിരക്കുവാണ്. കഫീലിനെ വില അത് വിശ്വാസമല്ല, കച്ചവടമാണ്. അപ്പോ അവൻ്റെ കെട്ടെഴുന്നകളും മനസ്സിലായില്ല. അവനെ കൂറ് കൂട്ടി സൂപ്പർ മാർക്കറ്റിൽ കഫീൽ 10% നിനക്കും 90% നിനക്കും ശമ്പളം തരാം. ഓ, അപ്പൊ ശമ്പളമായി, കമ്മീഷനായി, ലാഭം. പക്ഷെ ഇന്നെ നോക്കണം. നേരം വെളുത്താലും വൈകുന്നേരമായാലും സൂപ്പർ മാർക്കറ്റ് ഒന്നേ നോക്കണം. അപ്പം നാട്ടിൽ കയറി 1-2 മാസത്തിന് വരണം. വന്നിട്ട് ഇവിടെ പെണ്ണ് തിരയണം, കണ്ടെത്തണം. മനസ്സിലായില്ലേ? കുറെ പേര് പോയിട്ട് കളർ വെള്ളം കുടിക്കണം. മനസ്സിലായി പറഞ്ഞത്? ഇതൊക്കെ ഒന്ന് എത്തി ചെയ്യണം. എന്നിട്ട് ആ കളർ വെള്ളമൊക്കെ പള്ളിയിലാക്കണം. അത് വയറിളക്കി കളയാനുള്ള മരുന്ന് വേറെ വാങ്ങണം. അങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ടോ എന്ത് ചെയ്യണം? കുറച്ച് പൈസക്ക് ചെലവാക്കണം. അപ്പൊ 2 മാസം സൂപ്പർ മാർക്കറ്റിൽ വന്ന് നിൽക്കണം. ചിലപ്പോൾ അപ്പോൾ കഫീന് ദേഷ്യം വരും ചെയ്യാം. ഓൻ എന്നെപ്പോഴത്തെ നേരെ അടുത്ത അവറാനോട് പറയും, 10% നിരക്കുന്നിട്ടുണ്ട്, ഓന് ഞാൻ ഒന്നും കൊടുക്കൂല തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാകാം. പെണ്ണിട്ടിയ പോലെ എന്ത് പോയി? ജോലിയും പോയി, കമ്മീഷനും പോയി. പിന്നെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പം മുഖ്യമന്ത്രിയുടെ കിറ്റ് കിട്ടേണ്ടി വരും. പിന്നെ ജീവിച്ചു പോകണമെങ്കിൽ ആയിക്കോട്ടെ. എന്നാൽ പെണ്ണിട്ടി, എന്നാലും കിട്ടിയല്ലോ, പെണ്ണിട്ടിയല്ലോ, കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും. ആദ്യം കേൾക്കണം ആയത്തതാ. നിക്കായിക്കണ ഒരു പെണ്ണുങ്ങളാണ്. പാവപ്പെട്ടവരാണെങ്കിലും അള്ളാഹു ഞമ്മത്ത് കൊടുക്കും. ആയിക്കോട്ടെ. പാവ ആയത്ത് മതി. നമുക്ക് ചാരണം കൊണ്ട് അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടും, പേടിക്കണ്ട. പൈസ കുറച്ച് പറയും, എന്നാലും എങ്ങനെയും ജീവിച്ചു. എന്തും കിട്ടി, പെണ്ണും കിട്ടി, കുട്ടികളും കിട്ടി. പിന്നെ ഈ കൂട്ടത്തിലെ കുട്ടികൾ വളർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ പോയി ഇടും. പിന്നെ ഒരു വലിയ 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 പെട്ടി പൈസ കൊടുത്തേക്കും. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് ആളായി നടക്കാം. ഇപ്പൊ തന്നെ ആളായി നടക്കണമെങ്കിൽ, പൈസ ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോ സൂപ്പർ മാർക്കറ്റിലെ ജോലി ഒഴിവാക്കി പോരേണ്ടി വരും. 2 കൂടി നടക്കൂല. നേരം പോലത്തെ പണിക്കോകാനുണ്ട് ഉസ്താദേ, നമുക്ക് നടക്കൂല. കുഴപ്പമില്ല, നടക്കൂല. ഫത്ഹ് കിട്ടൂല എന്നേ ഉള്ളൂ.
ലോകം എന്താണെന്നൊന്ന് തിരിയലുണ്ട്. എന്താണ് തിരിയ? ഇത് പറഞ്ഞു കേട്ടാ പോലെ അള്ളാഹു ഏകനാണ്. ഈ ലോകത്തൊക്കെ അള്ളാഹിന്റെ സൃഷ്ടിയാണ്. മുത്തനബി അള്ളാഹുന്റെ റസൂലാണ്. അത് അള്ളാഹു തല തുറന്നാൽ കാണിച്ചു കൊടുക്കും. അതാണ് ഫത്ത് കേട്ടല്. മറ്റത് കേട്ടിമ കേൾക്കേണ്ടി വരും. മനസ്സിലായില്ല? തങ്ങൾ പാപ്പാന്റെ അവിടെ വെച്ച സൽക്കാരത്തിന് വെച്ച നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങാടിന്ന് ഒരാൾ അപ്പൊ കേട്ടോന്ന് ചോദിച്ചു, തിന്നോ? ഇല്ല. എന്ത് പിന്നെ എങ്ങനെ പറഞ്ഞു? തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയോ പറഞ്ഞതാണ്. മനസ്സിലായില്ല? തങ്ങൾ പാപ്പാന്റെ കൂടെ പോയ ആൾ തിന്നിട്ട് ഇവനോട് പറഞ്ഞതാണ് ഇപ്പം പറഞ്ഞത്. അതാണ് നമ്മൾ ഇന്നത്തെ വയറിൽ തിരിഞ്ഞില്ല, തിന്നിട്ടില്ല, പുറത്തു പറയണ്ട. നമ്മളങ്ങനെ അള്ളാഹു ഏകനാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. നമ്മക്ക് ബോധമില്ല. നമ്മളങ്ങനെ തങ്ങൾ പാപ്പാന്റെ പറയൂട്ടി തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയ ഒരു തിന്ന വർത്താനം പറഞ്ഞു. എന്ത് നെയ്ച്ചോറ് രസം ഉണ്ടായിരുന്നു. അപ്പം പോലും പറഞ്ഞു അങ്ങാടിന്ന് മോലാന്റെ അടുത്ത് നെയ്ച്ചോറ് നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ തിന്നിട്ടില്ല. തങ്ങളാപ്പാനൊപ്പം പോയി പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മളെ ഇന്നത്തെ വയലിൽ 99.3 എന്നല്ല 100% എന്ന് പറയുന്ന വയലുകളും തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയവർ പറഞ്ഞ് കേട്ട നെയ്ച്ചോറിന്റെ കഥ മാത്രമാണ്. എന്നാൽ അള്ളാഹിന്റെ മഹത്തുക്കളുടെ വയൽ അങ്ങനെയല്ല. അവര് ആരിഫീങ്ങളാണ്. പേര് ആരിഫ് എന്ന് വെച്ചുകൊണ്ട് കാര്യമല്ല. എന്റെ നാട്ടിൽ ആരിഫ് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊരു സ്ഥാപനം. അതുകൊണ്ട് ആരിഫില്ല. മനസ്സിലായില്ലേ? ആരിഫ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാവും, കുഴപ്പമില്ല. ആരിഫാവില്ല. ആരിഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രഹസ്യം അള്ളാഹ് ശരിക്കും കാണിച്ചു കൊടുത്തു. ആരിഫീങ്ങളും സാദാത്യങ്ങളും ആരിഫീങ്ങളും പങ്കെടുക്കുന്നു എന്ന നോട്ടീസിലേക്ക് പറ്റി വിട്ടുവിടാം. അതുകൊണ്ട് അവിടെ ആരിഫ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതൊക്കെ അവിടെ കിട്ടാവുന്ന മാർഗങ്ങൾ എങ്ങനെ പൈസ കളക്ട് ചെയ്യും എന്ന വിഷയത്തിൽ കമ്മിറ്റിക്കാർ എന്തും കൂടി എഴുതി ആരിഫീങ്ങളും പങ്കെടുക്കുന്നു പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാലോ. അത്രയേ ഉള്ളൂ. നോട്ടീസിൽ ആരിഫ് എന്ന് എഴുതിയോണ്ട് ഒന്നും കാര്യമല്ല. അല്ലാഹ് മാരിഫത്ത് കൊടുക്കണം. തുറന്നു കൊടുക്കും. പിന്നെ ഈ ലോകം മുഴുവനും പറഞ്ഞു അല്ലല്ല എന്ന് പറഞ്ഞാലും ഓനെ അറിയില്ല. അള്ളണ്ട് കണ്ടതാണ്. അല്ലാഹുണ്ട് എന്ന് അവൻ കണ്ടു. അതെങ്ങനെ എനിക്കറിയില്ല. അള്ളാഹ് തുറന്നു കൊടുക്കും. അതിമൽദായ്മായാൽ എന്ന് ഒരു ദിവസം അള്ളാഹ് കൊടുക്കും. അള്ളാഹ് തുറന്നു കൊടുക്കും. മനസ്സിലായില്ലേ? ഇത് ഇബ്രാഹിം യാസിർ കൗലഹീതങ്ങൾ എഴുതിയ. പക്ഷെ എന്ത് വേണം? നീ ആരെ പിടിക്കണം? ആനെ പിടിക്കണം. അതെല്ലാത്തിനും മുഴുവനും നീ ഒഴിവാക്കണം. കൂടുതൽ ചെല്ലണം എന്നാ നീ പിടിക്കണം എന്ന് അല്ലാഹു തആല യാ റസൂലല്ലാഹ് ارفع شكايتي اليك وحالي ما ترى العبد سودا ان شاء الله. باقي ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നമുക്ക് ചിന്തിക്കണം, പറഞ്ഞതൊക്കെ മനസ്സിലാക്കണം, ചിന്തിക്കണം. അല്ലാഹു തആല അല്ലാഹുക്ക് പൊരുത്തപ്പെട്ടവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. ചിന്തിക്കണം. ഈ ബെയ്ത്തുകൾ, ഈ വ്യാഖ്യാനങ്ങളൊക്കെ എല്ലാം കേൾക്കണം. 3000 ചില്ലാനും ബെയ്ത്തുകളാണ് ഉള്ളത്. 20-ാം നൂറ്റാണ്ടിൽ മർത്തൂഹായ ആളാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫൈലാണ് തുറന്നു കിട്ടിയ മഹാനാണ് ഇബ്രാഹിം യാസിൽ കൗലഖി റളിയല്ലാഹു അൻഹു. തിജാനിയ മാർഗത്തിലെ ഏറ്റവും വലിയ മഫ്തൂഹായ ആളും 20-ാം നൂറ്റാണ്ടിൽ ഇബ്രാഹിം യാസിൽ കൗലഖി റളിയല്ലാഹു അൻഹു. ഞങ്ങളോട് പറഞ്ഞില്ലേ, ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഇശാ നിസ്കരിച്ച കാലം കൊണ്ട് ഉദുകൊണ്ട് സുബഹി നിസ്കരിച്ചു എന്നതാണ് ഖാദിരിയത്തിന്റെ മാത്രമെങ്കിൽ ഇന്നും ആ പണിയുള്ള ആളുകളുടെ മാർഗമാണ് എന്ത്? തിജാനിയത്ത്. തിജാനിയത്തിൽ അതൊരു ഫഖറേ അല്ല. എന്തുകൊണ്ട്? അതിലുള്ള ആളുകൾ പള്ള നിറച്ചാണ് തിജാനിയത്തിൽ. ഇന്നുണ്ട്, ഇന്നലെ ഉണ്ട്. ഒരു ചരിത്രം നമ്മളെ മുന്നിലുണ്ട്.
സുജൂദിൽ മരിച്ച ആളുകൾ എത്രയാണ്? എത്ര ആളുകൾ സുജൂദിലാ മരിച്ചത്? എത്രയോ ആളുകൾ സുജൂദിൽ മരിച്ചതാണ്. വിജാനി മശായിഖന്മാരിൽ അനവധി ആളുകൾ സുജൂദിലാ മരിച്ചത്. ഈ 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ സുജൂദിൽ മരിച്ചവരെത്ര? ഇശാ നിസ്കരിച്ച ഉളു കൊണ്ട് സുബഹി നിസ്കരിച്ചവരെത്ര? അങ്ങനെ എത്ര കൊല്ലം. അപ്പൊ ഉറങ്ങണ്ടേന്ന്? അവർക്ക് ഉറങ്ങണ്ട. അവർ കൈലത്തിൽ കുറച്ചു നേരം കിടക്കും. കുറച്ചു നേരം കഴിഞ്ഞു. എന്ത്? ഒരു സെക്കൻഡ് ഉറങ്ങാതെയും അള്ളാഹു ആവൂസിനെ പോലെ കൊണ്ടുനടക്കും. പുതിയ അപ്പളെ പോലെ കൊണ്ടുനടക്കും. അതിന്റെ അള്ളാഹുവിന്റെ തൗഫീഖാണത്. അടിമക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല. ഉറങ്ങേണ്ട ആവശ്യമില്ല. കാരണം അവർ മുസ്തഫ റസൂലുള്ളാഹിന്റെ ഉസ്രത്താണ്. അള്ളാഹിന്റെ റബീബിലേക്കുള്ള പാശ അവരുടെ കയ്യിലുണ്ട്. അള്ളാഹിന്റെ റസൂലോ ഉറങ്ങുമോ? ഉറങ്ങിയാലോ ഒരു മനുഷ്യന്റെ കണ്ണടച്ചു കൽബുറങ്ങിയിട്ടില്ലെങ്കിലോ അത് ഉറക്കണോ? ഒരാളെ കണ്ണടച്ചു കൽബുറങ്ങിയിട്ടില്ലെങ്കിൽ ഉറക്കാണോ എന്റെ ചോദ്യം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലഹു ഖൽബൻ ഇദാ നഅമത്തിൽ ഐനാനി ലം യനമി. സുന്നികൾ പറയും, വഹാബിയല്ല, സുന്നി പറയും. ചെല്ലി ബുർദിയും ചെല്ലി പോന്നിട്ട് അതിന്റെ ശേഷമുള്ള നെയ്ച്ചോറും പിന്നെ പോത്തിറച്ചി തിന്നാ പോരല്ലോ. അതിന്റെ മൈനെന്ന് വെച്ചോ. ബുർദല്ലേ അത് കഴിഞ്ഞിട്ടില്ല, കൈമടക്കും വാങ്ങി അത് കഴിഞ്ഞില്ല നെയ്ച്ചോറും പോയി പോത്തിറച്ചിയും തിന്നും ചെയ്തു. ഇതിന്റെ മൈനച്ചോക്ക. ഇന്നലഹു ഖൽബൻ, റസൂലുള്ളാഹിക്ക് ഒരു കൽബുണ്ട്. ഇതാ നാമത്തിൽ ഐനാനി, രണ്ട് കണ്ണുകൾ ഉറങ്ങിയാലും ലം യനമി, ആ കൽബ് ഉറങ്ങൂല. കൽബ് ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കവും. ഇത് തെറ്റാണെങ്കിൽ പിന്നെ ചെന്തിനാ ബുർദ ഓതി മുണുങ്ങി? ഇത് തെറ്റാണെങ്കിൽ പിന്നെ ബുർദ ഓതി മുണുങ്ങൽ നിനക്ക് ഹറാമല്ലേ? ഈ നാട്ടുകാരെ അവിടുന്ന് ബുർദ ചെല്ലിയിട്ട് മുണുങ്ങിക്കണല്ലോ കുറഞ്ഞു. ബുർദയിൽപ്പെട്ട വരിക ഇന്നലഹു, എന്താണ് നോക്കി പറഞ്ഞു മനസ്സിലായില്ല. ഇന്നലഹു കൽബൻ, റസൂലുള്ളാഹിക്ക് ഒരു കൽബുണ്ട്. ഇതാ നാമത്തിലെ ഐനാനി. അറിയടോ അർത്ഥം? ഉംറ പോയവർക്ക് ഒരു അർത്ഥം അറിയില്ല. ഇതിന്റെയൊക്കെ പറയടൂ. ഇന്നലഹു കൽബൻ, റസൂലുള്ളാഹിക്ക് ഒരു തീർച്ചയായും ഇതൊക്കെ ഈ ബെയ്ത്ത് ചെല്ലിയിട്ടല്ലടോ പഴയ കാലത്ത് വയലും അറിയാം. ഇപ്പത്തെ വയലിൽ നിന്ന് അള്ളാഹു തആല ബുർദനെ രക്ഷപ്പെടുത്തിയതാണ്. കാരണം ഇപ്പത്തെ വയലിൽ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്, അമേരിക്കയും ആഫ്രിക്കയാണ് ഇപ്പത്തെ വയലിൽ. അപ്പൊ അള്ളാഹു തആല ബുർദ എല്ലാം എടുത്തിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പത്തെ കാലുകൾ മോശമായതുകൊണ്ട്? അല്ല, അള്ളാഹു തആല ബുർദ നന്നാക്കി രക്ഷപ്പെടുത്തിയതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ബുർദയിലാണ് പിന്നെ ഈ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ അമേരിക്കയും ബ്രിട്ടനേക്കും പറയാം. സ്വാധീനങ്ങളായ മുഅ്മിനീങ്ങളുടെ കാലത്ത്, ഇന്ത്യ കുട്ടിക്കാലത്ത് ബുർദ ചൊല്ലി തീർക്കാൻ വെള്ളം അറിയില്ല. മനസ്സിലായില്ലേ? ആ ബുർദ ചൊല്ലിയിട്ടാണ് വെള്ളമൊക്കെ പറഞ്ഞ് ആ വയല് പറഞ്ഞിട്ടാണ് പള്ളി ഉണ്ടാക്കിയത്. ഈ ബുർദ കളവാണെങ്കിൽ ആ പള്ളിയിൽ നിസ്കരിക്കാം. പറഞ്ഞു മനസ്സിലായോ? ഇത് പറയും മറുപടി അറിയും. സുഞ്ഞാളെ വലിയ റാന്തിന് താടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് മറുപടി അറിയും. ബുർദ വേറുള്ളത് പോലെ അല്ലല്ലോ. ബുർദ ചൊല്ലിയിട്ടല്ലടോ ഇവിടെ വയൽ പറഞ്ഞത്. ആ വയലിന്റെ തുടക്കം ഷർത്തായിരുന്നു മൂല്യന്മാർക്ക്. ഞാൻ വയൽ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ബുർദ പൂർത്തിയാക്കി ചൊല്ലണം. എന്നിട്ടാണ് അവർ വയൽ പറഞ്ഞത്. ആ വയലിനെ പിരിപ്പിച്ച് അങ്ങനെ മദ്രസ ഉണ്ടാക്കി, അങ്ങനെ പള്ളി ഉണ്ടാക്കി. ഈ ബുർദ തെറ്റാണെങ്കിൽ ആ മദ്രസ പഠിക്കൽ ഹറാമല്ലേ? റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞുണ്ടാക്കിയല്ലേ? തെറ്റാന്ന് പറയാൻ സുന്നിയെ പറ്റൂ? പറയടോ. സമസ്തക്ക് പറ്റോ? സമസ്ഥാനക്ക് പറ്റോ? ആർക്ക് പറ്റും? വഹാബി എന്താ പറഞ്ഞോ? സുന്നിക്ക് പറ്റുമോ? ബുർദ തെറ്റാണെന്ന് പറയാൻ സുന്നിക്ക് പറ്റൂലടോ. എന്തുകൊണ്ട്? പള്ളിയായ പള്ളി മുഴുവനും വഹാബികൾ പൈസ തരുന്നതിന് മുമ്പ് ഇപ്പത്തെ പള്ളികളൊക്കെ സുന്നിയാളെ പള്ളികൾ വഹാബിയുടെ പൈസയാണ്. വേറെ വർത്താനം പിന്നെ പറയും. ഇപ്പോഴത്തെ സുന്നി പള്ളി വഹാബിന്റെ പൈസയാണ്. നമുക്ക് വേറെ വേറെ പറയണം. അതിൽ എങ്ങനെ നിസ്കാരം എന്നുള്ളത് പിന്നെ ആലോചിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നമ്മളെ കേരളത്തിലെ 90% പള്ളിയും വഹാബിയുടെ പൈസയാണ്. അതിന്റെ എന്താണ്? ബുർദ എല്ലുണ്ടാക്കിയതാണ്. ബുർദ ചെല്ലിയിട്ട് വയലു പറയും. നിങ്ങൾക്ക് ഇന്നെ കണ്ണ് കൊക്കി പേടിപ്പിച്ചൊരു കാര്യമല്ല. നിങ്ങൾ നേതാക്കന്മാർ കാട്ടിക്കൂട്ടിയാണ് അതൊക്കെ. ഇത് തെറ്റാണെങ്കിൽ നമ്മളെങ്ങനെ ആ പള്ളി നിസ്കരിക്കാം? കാട്ടണ തെറ്റല്ല, പറയണ തെറ്റ. എന്തേ?
വഹാബികളെ പയ്യുന്ന പൈസ നീ പള്ളിയാറ്റി. അപ്പള്ളിയിൽ എങ്ങനെ ചങ്ങായിമാര് വഹാബിനെ കുറ്റം പറയാം? ഏറ്റവും ചുരുങ്ങിയ അബ്ദുൽ മുത്തലിബിന്റെ ബോധമെങ്കിലും ഉണ്ട്. അല്ല, ഇന്ന് കേരളത്തിലുള്ള സുന്നി പള്ളികളടക്കം 90% പള്ളികളും വഹാബികളുടെ പൈസകളാണ്. അതിനു മുമ്പ് ഉലമാക്കൾ ബുർദ ചൊല്ലി തീർത്ത് വഅദ് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ചില മൂല്യമാര് പേരെന്നെ ചിറ്റുമുറിയമാരുന്ന, മനസ്സിലായില്ലേ? കാതിലിരുന്നതാണ് എന്ത് വേളാന്ന് പറഞ്ഞിട്ട് ചിറ്റൻ വിട്ടു. ഈ വയതിനു മുമ്പ് എന്ത് ചെയ്യും? ബുർദയിലും ആ ബുർദന്റെ ഒരു ബർക്കത്ത് ആ വയതിലുണ്ടാവും. കെട്ടനൊക്കെ കരിയും, ഒരു കയ്യിലുള്ള കൊടുക്കും. അങ്ങനെ പള്ളി ഉണ്ടാക്കി. സത്യല്ലേ? ആണോ? അല്ലേ? നമ്മളിൽ പങ്കെടുത്തല്ലേ? അതിൽപ്പെട്ടൊരു വരിയാണ് എന്ത്? ഇന്നലോ ഖൽബൻ ഇദാ നഅമത്തിൽ ഐനാനി ലം യനമി. ഇന്നലഹു ഖൽബൻ, ഇന്നലഹു ഖൽബൻ, അവനൊരു കൽബുണ്ട്. മുത്തനബിക്കൊരു കൽബുണ്ട്. ഇദാ നഅമത്തിൽ ഐനാനി, രണ്ട് കണ്ണുകൾ ഉറങ്ങിയാലും ലം യനമി, ആ കൽബ് ഉറങ്ങൂല. അപ്പൊ കൽബുറങ്ങാത്ത, ജീവിതത്തിൽ കൽബുറങ്ങാത്ത ആളുടെ ദീനാണിത്. അതിൽ 40 കൊല്ലം ഉറങ്ങാത്തവരുണ്ടാണെങ്കിൽ 60 കൊല്ലം 40 കൊല്ലം ഉറങ്ങാത്തവരുണ്ടാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുള്ളത്? അതാകണം. അതായി എന്ന് പറഞ്ഞ് പോട്ടെടുത്താ പോരാ. അതാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഒട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങേണ്ടി വരില്ല. നമ്മൾ ഒട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാഫിള് തിജാനി തങ്ങള് 978 മറ്റും മരിക്കണം. അവരാണ് 40 കൊല്ലത്തിലേറെയും ഇശാ നിസ്കരിച്ച് ഒന്നുകൊണ്ട് സുബ്ഹ് നിസ്കരിച്ച മഹാനാണ് ഹാഫിള് തിജാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്ര പുന്നലവേറും തോളുതോരുവാലെ 40 സുബ്ഹ് തോളുതോറ്. അവിടെ അത് ശൈഖിന്റെ അമലാണെങ്കിൽ തിജാനിയത്തിൽ അത് സാധാരണക്കാരായ ശൈഖന്മാരുടെ അമലാണ്. മക്കളുള്ള ആളുകൾ ഇന്നോ ജീവിച്ചു. അതാണ് തിജാനിയത്ത്. ആരും തൊട്ട് കളിക്കാൻ നിൽക്കണ്ട. തിജാനി എന്ന് പറഞ്ഞ് അമലും വാങ്ങിപ്പോയിട്ട് നാട്ടിൽ പോയി കുതിര വിട്ടാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും വേണ്ട. അക്കുരുത്തക്കറുമുണ്ടോ? അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പണിയെടുത്തോ, യുഫ്തഹു അലൈക്, നിനക്ക് ഫതഹ് ലഭിക്കും. ഇന്നിപ്പോ ഞാൻ പറഞ്ഞ രഹസ്യം എന്താണ്? ഇബ്രാഹിം യാസിൽ കൗലഖി തങ്ങൾ പറഞ്ഞ രഹസ്യം എന്താ? ഐഷ നിസ്കരിച്ചിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ. പിന്നെ സുബഹിന്റെ മുമ്പ് സുഹൂറിന്റെ സമയത്ത് അത്താഴ നേരത്ത്, മനസ്സിലായില്ലേ, എണീറ്റിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ. പിന്നെ സുബഹിന്റെ വിറുദ് കഴിഞ്ഞിട്ട് സുബഹിന്റെ വിറുദ് നിസ്കരിക്കാം. വിറുദില്ല, 500 സ്വലാത്തുൽ ഫാത്തിഹ. ഫഇന്നൽ മുദാവിമ അലൈഹാ ബിൽഇദ്നിൽ ഖാസ് മിൻ അഹ്ലി. അതിന്റെ അഹ്ലിൽ നിന്ന് സമ്മതം വാങ്ങിയത് ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ യുഫ്തഹു അലൈഹി, അവന് ഫുതുഹുൽ ആരിഫീൻ, അവൻ ആരിഫായിട്ട് തീർന്നിരിക്കും. അവൻ ആരിഫനായിരിക്കും. അവന്റെ നാവുന്ന് ഹിക്മത്ത് വരും. അവന് പിന്നെ നോക്കണ്ട, അള്ളാഹ് തിരിയാ. മനസ്സിലായില്ലേ? അവന് പുസ്തകം തുറന്നു നോക്കണ്ട, അള്ളാഹ് തിരിയാൻ. അവനെ പിടി അള്ളാന്റെ അടയാളം നോക്കും. എവിടെ നോക്കിയാലും അള്ളാന്റെ അടയാളം. ചില കാര്യങ്ങളുണ്ടല്ലോ, ചില കർഷകർക്ക് ഭൂമി ഇട്ടിട്ട് കാര്യമില്ല, കർഷകനാകണം. കർഷകന് കൃഷിയോടും മണ്ണിനോടും ബന്ധമുണ്ടെങ്കിൽ അവൻ ഭൂമി വെറുതെടൂല. ചിലപ്പോൾ നെല്ല് വതക്കും, നെല്ലല്ലെങ്കിൽ നെല്ല് കഴിഞ്ഞു വെള്ളു വതക്കും, ഇല്ലെങ്കിലോ പയറിടും, എന്തെങ്കിലും. അവന്റെ കയ്യിലെ കളിമണ്ണ് പോലാണ് ഭൂമി. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? കളിമണ്ണ് കൊണ്ട് ഒരാൾക്ക് പറവുണ്ടാക്കാം, മനസ്സിലാക്കിയ അതുണ്ടാക്കാം, ഇതുണ്ടാക്കാം, പലതുണ്ടാക്കാം. നല്ല കുഴഞ്ഞ കളിമണ്ണുണ്ട്. ഇതുപോലെ കർഷകന് ഭൂമിയാവും. ഇതുപോലെയാണ് അള്ളാന്റെ ഔലിയാക്കന്മാരെ കയ്യിൽ മൈഫത്ത്. അവർക്കത് അങ്ങനെയാണ്. അവർക്ക് അള്ളാഹു എന്താ വിചാരിച്ച ഒക്കാമത്തെ കൊടുക്കും. ചരിത്രത്തിൽ അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് അള്ളാഹുവിന്റെ ഫത്വ കൊടുത്താൽ ഇങ്ങനെ നടക്കാത്ത കാര്യമൊന്നുമില്ല. ഷെയ്ഖിന്റെ മുന്നിൽ ചോറും കറിയും കൊണ്ടു വെച്ചു.
അല്ലെങ്കിൽ മീൻ വരെ ഇവിടെ കിട്ടല്ലേ, മീനില്ല, വെള്ളല്ലേ. അപ്പോ കേട്ടിക്കണ ഒരു കുസൃതിക്കാരൻ ചോദിച്ചു, വെള്ളമുള്ളടത്തൊക്കെ മീൻ ഉണ്ടാവും ചോദിച്ചു. ഉണ്ടാവുന്നു. അപ്പൊ തേങ്ങന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടല്ലോ, ഒരു മീൻ ഉണ്ടാവും ചോദിച്ചു. മീൻ ഉണ്ടാവുന്നു. തേങ്ങ എടുത്ത് ഉടച്ചു നോക്ക്, അതിൽ മീൻ ഉണ്ടാവുന്നു. തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. തേങ്ങ കൊണ്ടുവന്നു ഉടച്ചു, ഉള്ളിൽ മീൻ കൂട്ടി പെരല് അങ്ങോട്ട് കൊണ്ട് കളിക്കുക. എന്തിന്? തേങ്ങനുള്ളിൽ. അതുകൊണ്ട് അതാരാ? മസ്തു അലിയ. ഓലോട് ഒരു വാക്ക് പറയാൻ പറ്റില്ല. എന്ത് നടക്കും? ഉമർ ഖലീമ സമർപ്പിച്ചതൊക്കെ ചരിത്രമാണ്. നീ ഖുർആനിലായത്താണ് ചെന്നാൽ നടക്കൂല. ഇതൊക്കെ ചരിത്രമാണ് ഈ പറയണൊക്കെ. എനിക്ക് എന്റെ മുൻഗാമീന്ന് കിട്ടിയതാണ്, അവർക്ക് അവരെ മുൻഗാമീന്ന് കിട്ടിയത്. ഇത് കണ്ടല്ലോ ചെന്നിട്ട് ഇതായിരിക്കും. അതൊന്നും അവർക്ക് നടക്കാത്ത കാര്യമല്ല എന്നർത്ഥം. രേഖകളും ഉണ്ടാവും ഇതിനൊക്കെ. മാസോർപ്പിച്ചപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ടായി. എന്ത് മാസം കൊണ്ടല്ല, കാണാതെ ആരോ വന്ന് പറഞ്ഞ് അതിൽ പാപ്പ ഉറപ്പിച്ചാണ്. അപ്പൊ ഈശയും കഴിഞ്ഞ് നാടക കിംവദന്തി. ചില സ്ഥലത്ത് നിന്ന് തെക്കി വീറിയിരുന്നു, ചില സ്ഥലത്ത് ഡൗട്ട്. ആലോചിച്ച് വന്ന് കതിർ പാപ്പനോട് പറഞ്ഞു, അങ്ങനെ എന്നെ കാണാതെ ഉറപ്പിച്ചെന്നൊക്കെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ച് കണ്ടാ സ്വീകരിക്കും ചോദിച്ചു. ആ കണ്ടാ സ്വീകരിക്കണം. ആ പോരുന്ന കടപ്പുറത്ത് കൊണ്ടേ നോക്കുക, മാസം നിൽക്കുന്നുണ്ട്. നീ തെക്ക് വരയിൽ കൂടെ ചോദിച്ചു. ചെല്ലാം, ഞാൻ ചെല്ലിപ്പോയി കൂടി. അത് മൊത്ത വേലയാണ്, അവർക്ക് നടക്കാത്തൊന്നുമില്ല. അപ്പൊ ഒരാൾക്ക് ചോദിക്കാം, എന്ത് നട്ടപ്പത്തിൽ ഈശ കഴിഞ്ഞിട്ട് മാസം കണ്ട പെരുന്നാളാവും? അപ്പൊ പെരുന്നാളായതല്ല, പെരുന്നാൾ തന്നെയാണ്. ഇത് ആർക്ക് ഉറപ്പാണ്? ഷെയ്ഖിന് ഉറപ്പാണ്, കണ്ടോന് ഉറപ്പാണ്, മറ്റുള്ള ഡൗട്ട് തീർത്തു കൊടുത്തതാണ്. ഇവർക്ക് എപ്പോഴും ഡൗട്ട് തീർത്താക്കാൻ കഴിയും. നാളെ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കയറി നിൽക്കുന്ന നേരത്താണ് ഒരാൾ ഡൗട്ടാക്കിയെങ്കിലും മഴത്ത് ചന്ദ്രകലാൻ ചുക്കമ്പേക്ക് കഴിയും. ഒരു മഫ്തുഹാലിയാണ്. മനസ്സിലായാലും നമുക്ക് നടക്കാത്തൊരു കാര്യവും ഉണ്ടാവില്ല. അള്ളാഹു തുറന്നേരട്ടെ. അവതാ പറഞ്ഞത് ഈ 3 500 അത് അതിന്റെ അഹില കാര്യം സമ്മതം വാങ്ങി ഒരാൾ ചെയ്യാൽ വലിയ ആളോ തുറന്നിട്ടു, പേടിക്കണ്ട് തുറന്നിട്ടു. പക്ഷെ അപ്പൊ പണിക്ക് പോകാനുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഡ്രൈവിംഗ് ആണ് ജോലി, മറ്റേതാണ് ജോലി, ഹോട്ടലിൽ പൊറാട്ട അടിക്കണ്ടേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പലതുണ്ട്. കിതാബ് നോക്കണ്ടേ, മറ്റേതാണ്. കുട്ടികൾ അങ്ങനെയാണ്, നേരെ കൊടുത്ത കുട്ടികളെ മദ്രസ കൊണ്ടാക്കണ്ടേ, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പൊ നടക്കൂല, കുഴപ്പമില്ല, പത്തേ ഉണ്ടാവില്ല. പക്ഷെ പറ്റും പറഞ്ഞ ഞങ്ങളപ്പനൊപ്പം പോയ ആളെ നെയ്ച്ചോറിന്റെ വർത്താനം ഇവിടെ അങ്ങാടി പറയേണ്ടി വരും. 2 ആൾ ഷൗട്ട് ചെയ്ത് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടാവില്ല. ഞാനും പോയി നാളെ കല്യാണത്തിന് ആദ്യം നെയ്ച്ചോറൊന്നും ഉണ്ടായില്ലാന്ന് അപ്പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ പറയേണ്ടി വരും. അതേസമയത്ത് ചെയ്ത് തിന്നിട്ടുണ്ടെങ്കിൽ പോയി പണി നോക്കണം. ഞാൻ വളർച്ച തിന്നോന്നാണെന്ന് അപ്പം പറയണമെങ്കിൽ ഇത് തിന്നണം. ഇന്നിപ്പോ നമ്മൾ ഈ വയറിനോലൊക്കെ 2 ഔട്ട് മറ്റോ ചവിട്ടി ചോദിച്ചു എൻ്റെ പഠിച്ചോനെ എവിടെ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ കഴിയൂല. ഉറപ്പുള്ളവരെ പറ്റും. ഉറപ്പ്